ഇന്ന് വെറൈറ്റിക്ക് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ ഒന്ന് കണ്ടാലോ. അവധിക്കാലം പ്രമാണിച്ച് എനിക്ക് കുറച്ചും കൂടി സമയം അധികമുള്ള കാരണം കൊണ്ട് രാവിലെ ആദ്യത്തെ 1-1.5 മണിക്കൂർ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. എല്ലാ ദിവസവും രാവിലെ ഈ വാതിലുമായിട്ട് ഒരു മൽപ്പിടുത്തം എനിക്ക് പതിവാണ് കേട്ടോ. ഇതിൻ്റെ കുറ്റികളൊക്കെ ഭയങ്കര മുറുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തുറന്ന് കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ആദ്യം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ വാതിലും ജനാലകളൊക്കെ ഒന്ന് തുറന്നിടുക. പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഒരു 5 മിനിറ്റൊക്കെ നോക്കി നിൽക്കുക. ഇന്നിപ്പോൾ 5 മിനിറ്റ് ഒന്നും നോക്കി നിൽക്കാൻ നേരില്ല, കാരണം എൻ്റെ ഫോണിങ്ങനെ റൺ ചെയ്തുകൊണ്ട് ഇരിക്കല്ലേ. ഇതിനകത്ത് സ്പേസ് തീർന്ന പിന്നെ ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാനാ. അതുകൊണ്ട് ഒന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കി കേട്ടോ. ഗേറ്റും കാര്യങ്ങളൊക്കെ അടച്ചിട്ടതും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും, ഒന്നിനും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അകത്തേക്ക് പോന്നു. ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ മേലേക്ക് പോവാണ് കേട്ടോ. രാവിലെ എണീറ്റ് എനിക്ക് ചെടികളൊക്കെ ഒന്ന് തൊട്ട് തലോടിയില്ലെങ്കിൽ എന്തോ ഒരു മനപ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെടികളൊക്കെ ഒന്ന് തൊട്ട് തലോടും. എന്തെങ്കിലുമൊക്കെ അങ്ങനെ പൊട്ടിച്ചൊക്കെ കളയാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് കളയും. ഈ ഉണങ്ങിയ ഇലകളൊന്നും ഞാൻ അങ്ങനെ ചെടിയിൽ തന്നെ തങ്ങി നിൽക്കാനായിട്ട് അനുവദിക്കാറില്ല. കാര്യം അവർ തന്നെ കൊഴിഞ്ഞ് വീഴുമെങ്കിലും ഞാൻ എൻ്റെ വക ഒന്ന് പറിച്ച് കളയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാൻ ഈ സ്റ്റെയർ കേസൊക്കെ അങ്ങ് അടിച്ച് വാരുകയാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ജോലിക്ക് ആൾ വരുന്നുണ്ട്. അവർ ഉച്ച കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതിങ്ങനെ ഈ ചവറ് പോലെ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെയർ കേസ് അടിച്ചിടും കേട്ടോ. എന്നിട്ട് താഴത്തേക്കാക്കി താഴെയുള്ള ഭാഗവും ജസ്റ്റ് ഒന്ന് അടിച്ച് എന്തെങ്കിലും ഇലകളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുള്ളൂ. കാര്യമായിട്ടുള്ള വേറെ പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല. ഈ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ ആരും എണീറ്റിട്ടൊന്നുമില്ല. ഒരു 6:30-6:45 സമയത്തൊക്കെയാണ് ഞാൻ എണീക്കുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ നല്ല വെയിലായ കാരണം കൊണ്ട് ഞാൻ വേഗം അടിച്ചിടാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്നതാണ് നേരത്തോട് കൂടിയിട്ട്. പിന്നെ സ്കൂളൊക്കെ അടച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്കും തന്നെ എൻ്റെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ലേറ്റായിട്ടൊക്കെ എണീക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇനി ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് പതുക്കെ ഉറക്കം കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ ഇത്രയും നേരത്തെ എണീറ്റു എന്നൊന്നും വരില്ല കേട്ടോ. പിന്നെ ഈ ചെടികളൊക്കെ ഇങ്ങനെയുള്ള കാരണം കൊണ്ട് എണീക്കാണ്ട് നിവർത്തിയില്ല. അങ്ങനെ കാർ ഷെഡിൽ നിന്നുള്ള കരടൊക്കെ ഞാൻ മുറ്റത്തേക്ക് അടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം തെളിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല പൊടിയായിരിക്കും. എൻ്റെ മൂക്കിലോട്ടും വായിലോട്ടും ആ പൊടി അങ്ങ് കയറി പിന്നെ ഞാൻ തുമ്മാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഒരു പ്രിക്വേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മാസ്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളം കുറച്ച് നനച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാനും എളുപ്പമുണ്ടായിരിക്കും. പിന്നെ പൊടി തൂവുന്നത് കുറവാണ്, എന്നാലും വലിയ കുറവൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ അടിച്ചുവാരലാണ് എനിക്കിപ്പോൾ ഈയിടെയായിട്ട് എണീറ്റ് കഴിഞ്ഞാലുള്ള ആദ്യത്തെ ജോലി കേട്ടോ. കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല, അടിച്ചാലും നീങ്ങില്ല. അത്രയും പൂക്കളും ഇലകളും ഉണ്ടായിരിക്കും. ഈ ഒരു ജനുവരി മാസം തൊട്ടാണ് ഈ ഒരു പൂവിൻ്റെ ഒരു കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ഇലയും പൂവൊക്കെ ആയിട്ട് മുറ്റം കാണാൻ ഭംഗിയാണെങ്കിലും നമുക്ക് അടിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഡെയിലി അടിക്കുമ്പോൾ ഇവിടെയുള്ള കല്ലും ഇതൊക്കെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുമല്ലോ. അപ്പോൾ ആ കല്ലുകളൊക്കെ ഞാൻ അടക്കി പറക്കി നമ്മൾ ഈ ഇറങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെ ഒതുക്കി വെക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഒക്കെ നീങ്ങി പോകുമെങ്കിലും സ്ഥിരം ആ പരിപാടി ഞാൻ ചെയ്യാറുണ്ട്. ഒന്നില്ലെങ്കിൽ ഞാൻ ഈ മുറ്റം മുഴുവൻ അടിച്ചു വാരി ഇടും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൻറ്റി ആയിരിക്കും അടിച്ചു വാരി ഇടുന്നത് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ആൻറ്റി എണീറ്റിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ഇന്ന് മുറ്റം മുഴുവനായിട്ട് ഇങ്ങനെ അടിച്ചിട്ടത്. മുറ്റം പറയുന്നത് നമ്മളുടെ ഈ ഫ്രണ്ട് ഏരിയനെയാണ് കേട്ടോ, അല്ലാണ്ട് ഇപ്പം റോഡായിട്ട് അങ്ങനെയല്ലല്ലോ, മെയിൻ റോഡല്ലല്ലോ. നമ്മുടെ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ 4 വീട് ഇങ്ങോട്ടും 4 വീട് അങ്ങോട്ടും മുഖാമുഖം നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും മെയിൻ റോഡ് വരുന്നത്. അങ്ങനെ ഒരുപാട് ലൈനുകൾ ഇതിനകത്തുണ്ട്. ഒരു 100 വീടിന് മേലെ ഈ ഒരു ലേ ഔട്ടിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേ അടിച്ചു വാരി കംപ്ലീറ്റ് ചെയ്യും മുന്നേ ആൻറ്റിയുടെ വീട്ടിൽ ജോലിക്കാർ വന്നിട്ടുണ്ട്. അവർ രാവിലെ നേരത്തെ വരുന്നതാണ്. നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞതിന് ശേഷം വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഫ്രണ്ട് ഏരിയ മുഴുവൻ അങ്ങ് അറ്റം മെയിൻ റോഡ് വരെ അടിച്ചിടുന്നില്ല. ആ ഭാഗത്തൊക്കെ വല്ലപ്പോഴൊന്ന് അടിച്ചിടും. നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വൃത്തിയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചു കൂട്ടുമ്പോഴത്തേ ഇത്രയും ഭാഗം അടിച്ചപ്പോഴത്തേക്ക്
നോക്കുമ്പോഴത്തേക്കും ഇത്രയും വന്നിട്ടുണ്ട്. ആൻറ്റി കണ്ട് അപ്പുറത്തും അടിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വീട്ടുകാരെ അടിച്ചു കൂട്ടി അവരവരുടെ സ്ഥലങ്ങളിൽ വെക്കും. ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഒന്നിച്ച് കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ റീപോട്ടിങ്ങിൻ്റെ സമയത്ത് അത് ഈ ഒരു സമയത്ത് മാത്രമായിരിക്കും നമുക്ക് ഇത്രയും പൂക്കളും ഇലകളൊക്കെ ഡ്രൈ ആക്കിയിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൊടി തൂളണ്ട, കുട്ടികളൊക്കെ ഓടി കളിക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് അവിടെ ഇങ്ങനെ തളിച്ചു കൊടുത്തു. അതിപ്പോൾ ആൻറ്റി ചെടി നനയ്ക്കുന്ന സമയമാണെങ്കിൽ ആൻറ്റി അതുപോലെ സ്പ്രേ ചെയ്ത് ഇടും. അപ്പോൾ ഈ പൊടിയെല്ലാം തൂളുന്നതിന് ഒരു ആശ്വാസം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇത്രയും ഭാഗം മാത്രമേ ഞാൻ അടിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നേരെ നോക്കുന്ന ഭാഗം വൃത്തിയിൽ കിടക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിരുദ്ധൻ മരമാണ് ഈ പൂക്കളും ഇലകളൊക്കെ കൊഴിക്കുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് ഈ പിങ്ക് ബ്ലോസം. പക്ഷെ നമുക്ക് കുറച്ച് പണിയുണ്ട്, എന്നാലും ആ ഒരു ഭംഗി ഈ ഒരു സമയത്ത് മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിങ്ങനെ രാവിലെ അടിച്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ അടിച്ചകത്തേക്ക് കയറും മുന്നേ വീണ്ടും ഇലകളും പൂക്കളും കൊഴിയാനായിട്ട് തുടങ്ങും. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കില്ല, പൊഴിക്കുക പൂക്കൾ പൊഴിക്കുക. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും ഇത്രയും തന്നെ വീണ്ടും അടിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മേലേക്ക് വന്നിട്ടുണ്ട്. മേലെയും സമ്മറായി കഴിഞ്ഞാൽ എന്നും എന്നുള്ള പോലെ നമുക്കിങ്ങനെ അടിച്ചു വരേണ്ടതായിട്ട് വരും കേട്ടോ. സമ്മർ അല്ലാത്ത സമയത്തൊന്നും അത്രയും പ്രശ്നം കാണില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പൊടിയും ഉണ്ടായിരിക്കും. ഇതേപോലെ പൂവിൻ്റെ മരം നിൽക്കുന്ന കാരണം കൊണ്ടേ അതിൻ്റെ ഇലകളൊക്കെ വീണും പറന്നും എല്ലായിടത്തും നിൽപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ചെടികളിലുള്ളതൊക്കെ ഞാൻ ഒരുവിധമൊക്കെ എടുത്ത് കളയും. അല്ലാത്തത് ഇപ്പം കടക്കിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാനത് അങ്ങനെ കിടന്ന് വളമായിക്കോട്ടെ എന്ന് വിചാരിക്കാറുണ്ട്. അടിച്ചു വാരും മുന്നേ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. എനിക്കിങ്ങനെ പച്ചപ്പോട് കൂടി നിൽക്കുന്നതാണ് ഇഷ്ടം. അല്ലാണ്ട് കുറേ ഇലകൾ ഉണങ്ങി നിൽക്കുന്നു, കുറേ പൂക്കൾ ഉണങ്ങി നിൽക്കുന്നു, അങ്ങനെ ചെടികൾ നിൽക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ പച്ചപ്പും പിന്നെ പൂക്കളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത് കാണാമെന്നാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് കുറച്ച് മെനക്കെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ ഡ്രൈ ലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടിച്ചു വാരും മുന്നേ കട്ട് ചെയ്തിട്ട് എടുക്കും. ഇതിപ്പോൾ സ്കൂളില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇതിനൊക്കെ ഒരുപാട് സമയം കിട്ടുന്നത്. സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ആദ്യം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന പരിപാടിയായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അവരൊരു 7:30 7:45 കൂടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഞാൻ സാധാരണ ഈ മേലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ തങ്ങി നിൽക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചട്ടിയുടെ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം പോയി മണ്ണൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ചട്ടിയിലത്തെ അടിയിൽ വെച്ചിട്ടുള്ള ട്രേകൾ ഉണ്ടാവില്ലേ, പ്ലേറ്റുകൾ, അതൊക്കെ എടുത്ത് അതിലത്തെ മണ്ണൊക്കെ തട്ടിയിടും. അതൊക്കെ ഇങ്ങനെ അടിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്കിനിയിപ്പോൾ എത്രയൊക്കെ സഹായികളുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ നോക്കുന്നത് പോലെ ഒരിക്കലും നമ്മളുടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർ നമ്മുടെ വീടിനൊന്നും കാണില്ല, നോക്കൂല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള സേവനം നമ്മുടെ വീടിന് വേണ്ടി കാഴ്ചവെച്ചാൽ വീടൊക്കെ നല്ല ഭംഗിയിൽ കിടക്കുള്ളൂ. അതിപ്പോൾ വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരുപോലെയാണ് കേട്ടോ. ശരത്തേട്ടൻ രാവിലെ നടക്കാനായിട്ട് പോവും. അപ്പോൾ പോകുന്നതിന് മുന്നേ മേലെ കയറി വന്നിട്ട് എന്നോട് പറയുമായിരുന്നു പോവുകയാണ് എന്നുള്ളത്. നിങ്ങൾ കേട്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താണെങ്കിലും നടത്തത്തിനൊന്നും പോകുന്നില്ല. വേറെ ചില കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഇപ്പോൾ എനിക്ക് നടത്തത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ വേറെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ അടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം മുഴുവൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളിലായിട്ട് ഞാൻ കൂട്ടി വയ്ക്കും. എന്നിട്ട് ഈ ചാക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഓരോരോ ഭാഗത്തു നിന്ന് അടിച്ചു കൂട്ടും. ഇതാണ് എൻ്റെ പരിപാടി കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചാക്ക് ഞാനിവിടെ കളക്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ, ഡ്രൈ ലീവ്സൊക്കെ. പിന്നെ ഇങ്ങനെ അടിച്ചു വരുന്ന കൂട്ടത്തിൽ നമുക്ക് കുറേ മണ്ണൊക്കെ കിട്ടും. ആ മണ്ണൊന്നും ഞാൻ കളയൊന്നുമില്ല, അത് ഏതെങ്കിലുമൊക്കെ ചെടിയുടെ ചോട്ടിൽ അങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ എല്ലാ ഭാഗത്തും കൂട്ടി കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ അടിച്ചു വാരി ഞാൻ ആ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇലകളും പൂക്കളൊക്കെ കൊഴിയും കേട്ടോ. ഇപ്പോൾ സമ്മർ സീസൺ ആയ കാരണം കൊണ്ട് ഒരുപാട് പൂക്കളൊന്നും ഇല്ല. ചില സീസണൽ ഫ്ലവേഴ്സും പിന്നെ നമ്മുടെ സാധാരണ ചെമ്പരത്തിയും മുല്ലപ്പൂവും ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. മുല്ലപ്പൂവിൻ്റെ പേര് പറയാനായിട്ട് പറ്റില്ല, കാരണം നമ്മുടെ കയ്യിലുള്ള മുല്ല ഇങ്ങനെ സീസണലി പൂക്കുന്ന മുല്ലയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഭംഗി തരാനായിട്ട് ഈ മരം നിറയെ പൂക്കളുണ്ട്. തൊട്ടപ്പുറത്തുള്ള പറമ്പിലും നിറയെ പൂക്കളുണ്ട്.
കണ്ണിന് കുളിർമയേകാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചുറ്റും തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എന്നും രാവിലെ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് നമ്മുടെ ഗാർഡനിൽ നിൽപ്പുണ്ടായിരിക്കും എന്നെയും കാത്തിട്ട്. അപ്പോൾ ഞാനത് വന്ന് കാണും, സന്തോഷിക്കും, അവരോട് സംസാരിക്കും, ഞാൻ പാട്ടൊക്കെ വയ്ക്കും കേട്ടോ. ഇപ്പം ഇന്ന് രാവിലെ എനിക്കുള്ള ഒരു സന്തോഷം എന്തായിരുന്നെന്ന് അറിയോ? ദാ ഈ ഒരു ലില്ലി ചെടിയിൽ പുതിയൊരു മുട്ട് വന്ന് നാളത്തേക്കും മറ്റന്നാളത്തേക്കും അത് വിരിയാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം ഇന്ന് എനിക്കുള്ള സന്തോഷം അതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദേ ചെടി നനയ്ക്കാനായിട്ട് പോവും. സാധാരണ ചെടി നനയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ പാട്ടൊക്കെ വയ്ക്കും. കാരണം നമ്മുടെ ചെടികൾക്ക് പാട്ടൊക്കെ കേൾക്കുന്നത് നല്ല ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരോട് സംസാരിക്കും, തൊട്ടും തലോടൊക്കെ ചെയ്താലാണ് അവർക്കും ഇങ്ങനെ നിറയെ പൂക്കളുണ്ടാവാനും നമ്മൾ വരുമ്പോൾ സന്തോഷിപ്പിക്കാനുള്ള വക ഉണ്ടാക്കി തരാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ വെറുതെ ആർക്കാനും വേണ്ടി ഓക്കാനിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്കും ജീവനുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അവരെയും നമ്മളെ മക്കളെ പോലെ കരുതണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ അവരെ എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മേലത്തെ ചെടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നൊന്ന് മേല് കഴുകി ഒന്ന് വിളക്ക് വെച്ചു. കാരണം ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഞാൻ വിളക്ക് വയ്ക്കാറുണ്ട് കേട്ടോ, പറ്റാവുന്ന സമയത്തൊക്കെ. പിന്നെ വീടിനകത്തൊക്കെ നല്ല മണം ഉണ്ടാവാനായിട്ട് ഞാനിങ്ങനെ ധൂപ്പ് കത്തിച്ച് വയ്ക്കും. അപ്പോൾ അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. നല്ല ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ വെക്കേഷൻ ആയ കാരണം കൊണ്ട് കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് എണീറ്റ് വരവും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ എൻ്റെ ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരെ എണീറ്റാൽ മതി എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. കാരണം എനിക്ക് അത്രയും ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ എണീറ്റ ആദ്യത്തെ കുറച്ച് പരിപാടികൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.